കാത്തിരുന്ന ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നേമത്തെ ആ പഴയ ഗുസ്തിക്കാരൻ ശിവൻകുട്ടിക്ക്. ജനുവരിയിൽ നമ്മൾ കണ്ടതാണ് തൃശൂരിലെ പ്രസ് ക്ലബിലിരുന്ന ഞാൻ ഇനി മത്സരത്തിനില്ല, വല്ലാത്ത മടുപ്പെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കിയ മന്ത്രി വി ശിവൻകുട്ടിയെ. അന്ന് ആരും ചോദിച്ചു പോകും, ഇതെന്താ മന്ത്രി സന്യാസം സ്വീകരിക്കാൻ പോവുകയാണോ എന്ന്. എന്നാൽ ആ മടുപ്പിന്റെ യഥാർത്ഥ കാരണം ഇന്ന് നേമത്തെ ഓരോ വോട്ടർക്കും നന്നായി അറിയാം. അത് രാജീവ് ചന്ദ്രശേഖർ എന്ന വികസന നായകനെ നേരിടാനുള്ള ഭയമാണ്. തോൽവി ഉറപ്പായപ്പോൾ റിട്ടയർമെന്റ് നാടകം കളിച്ച് മാന്യമായി വലിയാൻ നോക്കിയ ശിവൻകുട്ടിയെ പാർട്ടി തന്നെ വിരട്ടി മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വിഴുങ്ങിയത് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. നേമത്ത് ഇത്തവണ വരുന്നത് വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് ഭാരതത്തെ കരുത്തുറ്റ നേതാവാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വികസനം മുരടിപ്പിച്ച ഇടതു കോട്ടകൾ വിറയ്ക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ പോലെയുള്ള ഒരു അതികായകനെ വിറപ്പിച്ചുകൊണ്ട് നേമത്ത് അദ്ദേഹം നേടിയ ആ വോട്ടിന്റെ വൻ ലീഡ് വെറും ഒരു കണക്കല്ല. അത് നേമത്തെ ജനങ്ങൾ വികസനത്തിന് നൽകിയ വോട്ടാണ്. BJPയുടെ ഈ പടത്തലവൻ നേമത്തിറങ്ങുമ്പോൾ പഴയ മുദ്രാവാക്യങ്ങൾ കൊണ്ടോ ഗുണ്ടായിസം കൊണ്ടോ നേരിടാൻ കഴിയില്ലെന്ന് ശിവൻകുട്ടിക്ക് നന്നായി അറിയാം. പ്രൊഫഷണൽ രാഷ്ട്രീയത്തിന്റെ പുത്തൻ മുഖമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തെ ഗുജറാത്തിന് സമാനമായ വികസന ഭൂമിയാക്കി മാറ്റുമെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തിനാണ് ശിവൻകുട്ടിക്ക് ഇത്ര പേടിയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് മാത്രം നോക്കിയാൽ മതി. വിദ്യാഭ്യാസ വകുപ്പ് കുളമാക്കിയതും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ തണലിൽ നടന്ന അഴിമതികളും ജനങ്ങൾ മറന്നിട്ടില്ല. 107 കോടിയുടെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാതെ പാർട്ടി ബിനാമികൾക്ക് വീതം വെച്ചപ്പോൾ മന്ത്രി അതിന് കുടപിടിച്ചു. സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നഗരം കുളം തോണ്ടിയപ്പോൾ മന്ത്രി എവിടെയായിരുന്നു? പരീക്ഷാ നടത്തിപ്പിലെ പാളിച്ചകളും ഉച്ചഭക്ഷണ പദ്ധതിയിലെ അഴിമതിയും കണ്ടും അടുത്ത നേമത്തെ വോട്ടർമാർ പണ്ട് കെ മുരളീധരൻ വന്നപ്പോൾ വോട്ട് ഭിന്നിപ്പിച്ച് കിട്ടിയ ആ ലോട്ടറി ഇത്തവണ ശിവൻകുട്ടിക്ക് അടിക്കില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ രാജ്യത്തെ 10,000-കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന മേളകൾ സംഘടിപ്പിച്ചു. എന്നാൽ ശിവൻകുട്ടിയും ആര്യ രാജേന്ദ്രനും ചേർന്ന് തിരുവനന്തപുരത്ത് ചെയ്തത് എന്താണ്? സ്വന്തം പാർട്ടിക്കാർക്ക് ജോലി നൽകാൻ വേണ്ടി ലിസ്റ്റ് ചോദിക്കുന്ന കത്ത് വിവാദം ഇന്നും ജനമനസ്സിലുണ്ട്. PSC പരീക്ഷ എഴുതി ജോലി കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ ശാപം ഇത്തവണ ബാലറ്റ് പെട്ടിയിൽ വീഴുമെന്ന് ഉറപ്പാണ്. വികസനത്തിന്റെ കാര്യത്തിൽ വട്ടപൂജ്യമായ ഒരു ഭരണസമിതിയെ നേമത്തെ ജനങ്ങൾ പടിയടച്ച് പുറത്താക്കാൻ കാത്തിരിക്കുകയാണ്. നേമത്തെ ജനങ്ങൾ ഇന്ന് ചിന്തിക്കുന്നത് പഴയ കാലത്തെ മുദ്രാവാക്യങ്ങൾ വേണോ അതോ ഭാരതത്തിന്റെ വികസന മുന്നേറ്റത്തിൽ പങ്കാളികളാകണോ എന്നാണ്. പരാജയം മണത്തപ്പോൾ പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ച ശിവൻകുട്ടിക്ക് ഇനി രക്ഷയില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന വികസന നായകൻ നേമത്ത് വിജയക്കൊടി പാറിക്കുമ്പോൾ അത് കേരളത്തിന്റെ മാറ്റത്തിന്റെ തുടക്കം തന്നെയാകും. 2026 നേമം BJPക്ക് നൽകുന്ന ആ കരുത്ത് പിണറായി സർക്കാരിന്റെ അഹങ്കാരത്തിനുള്ള അന്ത്യശാസനമായിരിക്കും. ജയിച്ച പടനായകൻ വരുന്നു, തോറ്റോടിയ മന്ത്രിക്ക് ഇനി പഴയ ഗുസ്തി കഥകൾ പറഞ്ഞ് വിശ്രമിക്കാം. നേമം മാറുകയാണ്. നേമം വികസനത്തിനൊപ്പം നിൽക്കുകയാണ്. നേമം മണ്ഡലത്തിൽ പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പേ വെള്ളക്കൊടി ഉയർത്തിയ ഒരു പടനായകനെയാണ് നാം കാണുന്നത്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെ മുഖത്തെ ആ പഴയ ഗുസ്തിക്കാരൻ ഭാവം മാറി. പകരം പരാജയ ഭീതി നിഴലിക്കുകയാണ്. മത്സരിക്കാൻ മടുപ്പാണെന്ന് പറഞ്ഞ് പിന്മാറാൻ നോക്കിയ ശിവൻകുട്ടിയെ പാർട്ടി നിർബന്ധിച്ച കളത്തിലിറക്കിയത് തന്നെ വലിയൊരു തമാശയാണ്. എന്നാൽ മറുഭാഗത്ത് വെല്ലുവിളികളെ ഏറ്റെടുത്ത് ശീലിച്ച രാജീവ് ചന്ദ്രശേഖർ എന്ന വികസന നായകൻ നിൽക്കുന്നു. വെറും മുദ്രാവാക്യം വിളികളല്ല, മറിച്ച് ലോകം അംഗീകരിച്ച ഒരു ടെക്നോക്രാറ്റിന്റെ കരുത്താണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ വരവോടെ നേമം ഒരു പുതിയ യുഗത്തിലേക്കാണ് മാറുന്നത്. പഴയ കാലത്തെ ഗുണ്ടായിസവും വിരട്ടലും രാജീവ് ചന്ദ്രശേഖരന്റെ വികസന രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുമടക്കുമെന്ന് ഉറപ്പാണ്. ശിവൻകുട്ടിക്ക് ഇത്തവണ വോട്ട് ചോദിക്കാൻ ഇറങ്ങാൻ ഏറ്റവും വലിയ തടസ്സം സ്വന്തം പാർട്ടിക്കാരിയായ മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണമാണ്. 107 കോടിയുടെ നികുതി കുടിശ്ശിക സ്വന്തം പാർട്ടിക്ക് വേണ്ടി വെട്ടിച്ചതും പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടി കത്തെഴുതിയതും നേമത്തെ വോട്ടർമാർ മറന്നിട്ടില്ല. സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നഗരത്തെ കുളം തോണ്ടിയ ശിവൻകുട്ടിക്കും കൂട്ടർക്കും ഇനി വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? വിദ്യാഭ്യാസ വകുപ്പിലെ കുളമാക്കലുകളും പരീക്ഷാ നടത്തിപ്പിലെ പാളിച്ചകളും മന്ത്രി എന്ന നിലയിലുള്ള ശിവൻകുട്ടിയുടെ പരാജയം വിളിച്ചോതുകയാണ്. കുട്ടികളെ തോൽപ്പിക്കാത്ത മന്ത്രി ഇത്തവണ സ്വന്തം മണ്ഡലത്തിൽ തോൽക്കുമെന്ന് ജനം പരിഹസിക്കുന്നത് വെറുതെയല്ല. ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആകെ തുക രാജീവ് ചന്ദ്രശേഖരന്റെ വൻ വിജയമായിരിക്കും.
BJPയെ സംബന്ധിച്ചിടത്തോളം നിയമം വെറും ഒരു മണ്ഡലമല്ല, അത് കേരളത്തിൽ പാർട്ടിയുടെ ഭരണത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി നിയമം മാറുമ്പോൾ അവിടെ പരാജയം സമ്മതിച്ചു നിൽക്കാൻ ശിവൻകുട്ടിക്ക് കഴിയില്ല. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ രാജ്യത്തെ യുവജനങ്ങൾക്ക് നൽകിയ തൊഴിലവസരങ്ങളും അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികളും നേമത്തെ യുവാക്കൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ രീതിയിൽ ഒരു മണ്ഡലത്തെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിന് രാജീവ് ചന്ദ്രശേഖർ ഒരു ഉദാഹരണമാണ്. പഴയ സ്റ്റൈൽ രാഷ്ട്രീയത്തിന് നേമത്തിന് പ്രസക്തിയില്ല. പൂട്ടിയ അക്കൗണ്ട് രാജീവ് ചന്ദ്രശേഖറിലൂടെ വൻ ഭൂരിപക്ഷത്തിൽ BJP തുറക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി ചരിത്രം രേഖപ്പെടുത്തും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കണ്ടത് രാജീവ് ചന്ദ്രശേഖർ തന്നെ കൊടുങ്കാറ്റിനെയാണ്. രാഷ്ട്രീയ എതിരാളികൾ പോലും അമ്പരന്നു പോയ പ്രകടനമായിരുന്നു അത്. നേമം നിയമസഭാ മണ്ഡലത്തിൽ മാത്രം അദ്ദേഹം നേടിയ 22,000-ലധികം വോട്ടിന്റെ ലീഡ് വ്യക്തമാക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: നേമം അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു. ആ കണക്കുകൾ കണ്ട് ഭയന്നാണ് ശിവൻകുട്ടി മത്സരിക്കാൻ മടുപ്പാണെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കിയത്. രാജീവ് ചന്ദ്രശേഖർ എന്ന വികസന നായകന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തന്റെ കയ്യിലുള്ള ഒരു ഗുസ്തി അടവും പോരാതെ വരുമെന്ന് ശിവൻകുട്ടിക്ക് നന്നായി അറിയാം. നേമം മണ്ഡലത്തിലെ റോഡുകൾ കുണ്ടും കുഴിയുമായി കിടക്കുമ്പോഴും സ്മാർട്ട് സിറ്റി പദ്ധതി പ്രഹസനമാകുമ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യക്ഷമതയുള്ള ഭരണാധികാരിയാണ്. രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അവിടെ വരുന്നത് ആധുനികമായ ആസൂത്രണവും ലോകോത്തര നിലവാരത്തിനുമുള്ള വികസനമാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ ഇടതു ഭരണത്തിന് നേമത്തെ ജനങ്ങൾ നൽകുന്ന മറുപടിയായിരിക്കും രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം. പഴയ മുദ്രാവാക്യങ്ങൾ വിളിച്ചു മടുത്ത നേമത്തിന് ഇനി വേണ്ടത് വികസനത്തിന്റെ പുതിയ ഭാഷയാണ്. അത് രാജീവ് ചന്ദ്രശേഖറിലൂടെ മാത്രമേ സാധ്യമാകൂ. പരാജയം മണത്ത ശിവൻകുട്ടി വിരമിക്കൽ നാടകം കളിക്കുമ്പോൾ ആവേശത്തോടെ മുന്നേറുന്ന രാജീവ് ചന്ദ്രശേഖർ നേമത്തെ താമരമണ്ണാക്കി മാറ്റുമെന്ന് ഉറപ്പാണ്. 2026-ൽ നേമം ചിന്തിക്കുന്നത് വികസനത്തിനാണ്. നേമം വോട്ട് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് നേമത്തെ കേവലം ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ കുറിച്ചല്ല, മറിച്ച് ആ മണ്ഡലം ആഗ്രഹിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പരിവർത്തനത്തെ കുറിച്ചാണ്. നേമത്തെ സംബന്ധിച്ചിടത്തോളം 2026 എന്നത് വെറും ഒരു കലണ്ടർ വർഷമല്ല, അത് ആധുനികതയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ്. ഇവിടെ നാം കാണുന്നത് രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ സംസ്കാരങ്ങളുടെ കൂട്ടിയിടിയാണ്. ഒരു വശത്ത് കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങളും ഭരണപരാജയത്തിന്റെ ഭാരവും പേറുന്ന ശിവൻകുട്ടി, മറുവശത്ത് ഭാവിയെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള ലോകത്തെ വിരൽത്തുമ്പിൽ ചലിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ കരുത്താക്കി മാറ്റിയ രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം നേമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണാവസരമാണ്. കാരണം അദ്ദേഹം അവിടെ വരുന്നത് വെറുതെ അധികാരം കൊതിച്ചല്ല, മറിച്ച് മാറ്റങ്ങൾ സൃഷ്ടിക്കാനാണ്. ഒരു ജനപ്രതിനിധി എന്നാൽ കേവലം സമരങ്ങൾ നയിക്കുന്നവനോ മുദ്രാവാക്യം വിളിക്കുന്നവനോ മാത്രമല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചതാണ്. പാർലമെന്റിലും ഭരണതലത്തിലും അദ്ദേഹം പുലർത്തുന്ന കൃത്യതയും വേഗതയും നേമത്തെ ഓരോ വീടുകളിലും എത്തിക്കാൻ അദ്ദേഹം പ്രാപ്തരാണ്. കേരളത്തിലെ യുവാക്കൾ ഇന്ന് തൊഴിലിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനുമായി അന്യ സംസ്ഥാനങ്ങളെയും വിദേശ രാജ്യങ്ങളെയും ആശ്രയിക്കുമ്പോൾ നേമത്ത് തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വ്യവസായങ്ങൾ ആകർഷിക്കാനും കഴിയുന്ന ഒരു വിഷണറിയാണ് അദ്ദേഹം. ശിവൻകുട്ടി അവിടെ പതറുന്നത് സ്വന്തം അണികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാത്തത് കൊണ്ടാണ്. വികസനത്തിന്റെ പേരിൽ കോടികൾ ഒഴുക്കിയിട്ടും നേമത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന ചോദ്യം ഇന്നും ശക്തമാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന വിവേചനമില്ലാത്ത വികസന മാതൃകയാണ്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഭരണക്രമം നേമത്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. നേമത്തെ വോട്ടർമാർ ബുദ്ധിയുള്ളവരാണ്. അവർക്ക് പഴയ ഗുസ്തി കഥകൾ കേട്ട് ഇനിയും കാത്തിരിക്കാൻ വയ്യ. അവർക്ക് വേണ്ടത് ആധുനികമായ റോഡുകളാണ്, മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങളാണ്, സുരക്ഷിതമായ കുടിവെള്ളമാണ്, എല്ലാത്തിനുമുപരി അഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന കരുത്തുറ്റ നേതാവ് നേമത്തിന്റെ പ്രതിനിധിയായി നിയമസഭയിൽ എത്തുമ്പോൾ അത് ആ മണ്ഡലത്തിൽ ശബ്ദം മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഇടിമുഴക്കം കൂടിയായിരിക്കും. 2026-ൽ നേമം BJPയുടെ വിജയത്തിന്റെ കൊടിക്കൂര പാറിക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കമായിരിക്കും. പരാജയം മണത്ത ശിവൻകുട്ടിക്ക് ഇനി മാന്യമായി വിരമിക്കാം. കാരണം നേമം ഇനി വികസനത്തിന്റെ പടത്തലവനായ രാജീവ് ചന്ദ്രശേഖറിനൊപ്പമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.